അങ്കണവാടി കുട്ടികൾക്ക് പോഷകാഹാരം വിതരണം ചെയ്യുന്ന കുടുംബശ്രീയുടെ ന്യൂട്രിമിക്സ് യൂണിറ്റുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ചേരുവകളുടെ വില കുത്തനെ ഉയർന്നിട്ടും 7 വർഷമായി അമൃതം പൊടിയുടെ വില കൂട്ടി നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പല യൂണിറ്റുകൾക്കും ലക്ഷങ്ങൾ കുടിശ്ശിക നൽകാനുമുണ്ട്. നിലവിലെ സ്ഥിതി തുടർന്നാൽ പല യൂണിറ്റുകളും അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് ന്യൂട്രിമിക്സ് കൺസോർഷ്യം ജില്ലാ സെക്രട്ടറി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇത് അമൃതം പൊടി. അംഗനവാടികളിൽ പോകുന്ന കുട്ടികളുള്ള എല്ലാ വീടുകളിലും അമൃതം പൊടി സുപരിചിതമാണ്. പക്ഷേ ഇത് വീടുകളിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ വലിയ സാഹസം തന്നെ നടത്തുന്ന ഒരു കൂട്ടരുണ്ട് കേരളത്തിൽ. കുടുംബശ്രീ ന്യൂട്രിമിക്സ് യൂണിറ്റിലെ ജീവനക്കാർ. ലാണ് അവസാനമായി അമൃതം പൊടിയുടെ വില സർക്കാർ കൂട്ടിയത്. അതുവരെ 56 രൂപയായിരുന്ന അമൃതം പൊടിയുടെ വില കിലോയ്ക്ക് 70 രൂപയാക്കി ഉയർത്തി. നിലവിൽ 1 കിലോ അമൃതം പൊടി ഉണ്ടാക്കണമെങ്കിൽ 102 രൂപ ചിലവാകും. ചുരുക്കി പറഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസയിട്ട് അമൃതം പൊടി ഉണ്ടാക്കേണ്ട അവസ്ഥ. 2017 അമൃതത്തിന് വില കൂട്ടിയത്. അന്ന് റോ മെറ്റീരിയലിനൊക്കെ ആണെങ്കിൽ നമുക്ക് കപ്പലണ്ടിക്കൊക്കെ 70-65 രൂപയായിരുന്നു. ഇന്ന് അതിൻ്റെ 2 ഇരട്ടിയായിട്ടുണ്ട്. 165-170 രൂപയും കപ്പലട്ടിയുടെ വില ആയിട്ടുണ്ട്. അപ്പോൾ റാ മെറ്റീരിയലിൻ്റെ വില ക്രമാതീതമായിട്ട് കൂടുകയും അമൃതത്തിൻ്റെ വില അന്നത്തെ പോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതില്ല. നമ്മൾ കടക്കണിയിലാണ്. സ്ത്രീകളല്ലേ, കുഞ്ഞുങ്ങളുടെ വയറെരിയുമ്പോൾ അവർ സാമ്പത്തികം മറക്കും. കടം വാങ്ങി അമൃതം പൊടി ഉണ്ടാക്കും. ഒരു നിവൃത്തിയുമില്ലാതായപ്പോൾ വില കൂട്ടണമെന്ന് പലതവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, പലർക്കും മാസങ്ങളായുള്ള കുടിശ്ശികയും ലഭിക്കാനുണ്ട്. ഈ മാസം കൊടുത്താൽ ചില പഞ്ചായത്തുകളൊക്കെ ആ മാസം അവസാനവും അടുത്ത മാസവും കിട്ടാറുണ്ട്. പക്ഷേ ചിലയിടത്തൊന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ യൂണിറ്റിന് തന്നെ 35 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. കേരളത്തിൽ 243 ന്യൂട്രിമിക്സ് യൂണിറ്റുകളാണുള്ളത്. ഈ 243 ന്യൂട്രിമിക്സ് യൂണിറ്റുകളും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഇത്. അതത് തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യൂണിറ്റുകൾക്കുള്ള തുക വിതരണം ചെയ്യുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി വിഹിതം നൽകാത്തതാണ് ന്യൂട്രിമിക്സ് യൂണിറ്റുകൾക്ക് പണം ലഭിക്കാതിരിക്കാനുള്ള കാരണം. സ്പന്ദന സാജു, മീഡിയ വൺ, തിരുവനന്തപുരം.